ലോകത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഫെമിനിസം. ഫെമിനിസത്തെ പല സ്ത്രീകളും പുരുഷവിരോധത്തിൻ്റെ ഐക്കണായിട്ടാണ് കാണുന്നത്. പുരുഷന് ചെയ്യാൻ കഴിയുന്നതെല്ലാം സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയും എന്നൊരു ധ്വനിയും പല സ്ത്രീകളും ഫെമിനിസത്തോട് ചേർത്ത് പറയാറുണ്ട്. എന്നാൽ ഇപ്പോഴും സ്ത്രീകൾ എത്തിപ്പെടാത്ത തൊഴിൽ മേഖലകൾ ഉണ്ട് എന്നതാണ് വാസ്തവം. പുരുഷൻ്റെ കായികക്ഷമതയും സ്ത്രീകളുടെ കായികക്ഷമതയും വളരെയേറെ വ്യത്യാസമുണ്ട് എന്നത് തന്നെയാണ് അതിനൊരു കാരണം. പുരുഷനെയും സ്ത്രീയെയും താരതമ്യപ്പെടുത്തുവാൻ ഒരിക്കലും ഫെമിനിസത്തിനാകത്തില്ല. ഫെമിനിസം എന്നതൊരു ആശയമാണ്. സമൂഹത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ദുർബലർ പിന്നിലേക്ക് പോകേണ്ടവരല്ല, മുൻനിരയിലേക്ക് വരേണ്ടവരാണ്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും തുല്യമായ തൊഴിലിടങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, പുരുഷൻ അനുഭവിക്കുന്നതായ എല്ലാ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾക്കും ലഭിക്കണം എന്ന മുന്നേറ്റമാണ് ഫെമിനിസം. ഈ വീഡിയോയിലൂടെ ഫെമിനിസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുന്നേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫെമിനിസം എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കി സോഷ്യൽ മീഡിയകളിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റോ ചർച്ചയോ നടത്തിയാൽ പെണ്ണുങ്ങൾ ഒരു ടീമും ആണുങ്ങൾ മറ്റൊരു ടീമുമായി തിരിഞ്ഞ് രണ്ട് ചേരിയായി നിന്ന് സ്ത്രീ പുരുഷ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞ് വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇതുപോലുള്ള ഫെമിനിസ്റ്റ് ചർച്ചകളിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും എന്താണ് ഫെമിനിസം എന്ന് അറിയത്തില്ല എന്നതൊരു വാസ്തവമാണ്. ഫെമിനിസത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പാട്രിയാർസത്തെക്കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഫെമിനിസം ഒരു സ്ത്രീലിംഗ പദമാണെങ്കിൽ പാട്രിയാർസം ഒരു പുല്ലിംഗ പദമാണ്. അതായത് പാട്രിയാർസം എന്നത് ഒരു സാമൂഹിക നിയന്ത്രണ വ്യവസ്ഥയാണ്. അത് പൂർണ്ണമായും കൈകാര്യം ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പണ്ട് കാലം മുതൽക്കേ ഭക്ഷണത്തിനായി മൃഗങ്ങളെ വേട്ടയാടാൻ പോയിരുന്നത് പുരുഷന്മാരാണ്. മറ്റു ഗോത്രങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രശ്ന പരിഹാരങ്ങൾക്കും വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യുന്നതിന് മുന്നിട്ടിറങ്ങുന്നത് പുരുഷന്മാരാണ്. അവരുടെ സാമൂഹിക നിയമങ്ങൾ നിർമ്മിക്കുന്നതും നിയന്ത്രിക്കപ്പെടുന്നതും പുരുഷന്മാരാലാണ്. അതിനാലാണ് ഇതിനെ പുരുഷാധിപത്യം എന്ന് പറയുന്നത്, അതായത് പാട്രിയാറിസം. ഈ പാട്രിയാറിസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത്. ഈ പാട്രിയാറിസത്തിൻ്റെ സമൂഹത്തിൽ നിന്നും പിന്നിലേക്ക് മാറിപ്പോയിട്ടുള്ള ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അവർ മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്നതിനോ യുദ്ധങ്ങൾക്കോ സാമൂഹിക പ്രശ്നങ്ങളിൽ അഭിപ്രായം പറയുന്നതിനോ മറ്റുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകളിലൊന്നും ആക്റ്റീവാകാതെ കുട്ടികളുടെ സംരക്ഷണവും വീട്ടുകാര്യങ്ങളും നോക്കി ഒതുങ്ങിക്കൂടി കഴിയുവാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു സ്ത്രീകൾ. ആയതിനാൽ തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിൽ ഒട്ടും തന്നെ പരിഗണന ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്നത് പുരുഷന്മാർ മാത്രമായിരുന്നു. സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾ കടന്നു പോകുന്തോറും സ്ത്രീകളുടെ ആവശ്യങ്ങളും കൂടിക്കൂടി വന്നു. അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ സ്ത്രീകൾക്ക് പാട്രിയാർസ സംവിധാനത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യമായിരുന്നു. അതിനാൽ സ്ത്രീകൾ അവരുടെ പഴയകാല അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ അവർ നിർബന്ധിതരായി. പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യുന്നതിനും സമ്പാദിക്കുന്നതിനും പുരുഷന്മാർ അനുഭവിക്കുന്ന എല്ലാ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾക്കും വേണം എന്ന ആവശ്യമാണ് ഫെമിനിസം എന്ന ആശയമായി മാറിയത്. ഫെമിനിസം സ്ത്രീകൾ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു ആശയമാണോ? ഒരിക്കലുമല്ല. പുരുഷന്മാരും ഫെമിനിസം ആശയങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു. സ്ത്രീകളും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. 1800കളുടെ കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും ഫെമിനിസ്റ്റ് ചിന്തകൾ വ്യാപിച്ചു തുടങ്ങി. പിന്നെ പതിയെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ മറ്റ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കെല്ലാം സ്ത്രീകൾ മുൻനിരയിലേക്ക് വരാൻ തുടങ്ങി. ഈ പുരോഗതിയുടെ മാറ്റങ്ങളെ ലോകം അംഗീകരിച്ചു തുടങ്ങി. പല സ്ത്രീ ചിന്തകരും എഴുത്തുകാരും സ്ത്രീകളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്നതിനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും മുന്നിലേക്ക് വരുന്നതിനും പ്രചോദനമായി. 1972 അമേരിക്കയിൽ ഈക്വൽ റൈറ്റ് പാസാക്കിയെങ്കിലും ലോകത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടായത് 1960-ലാണ്. അതും ശ്രീലങ്കയിൽ. സിരിമാവോ ഭണ്ഡാരനായക എന്നായിരുന്നു ആ വനിതാ പ്രധാനമന്ത്രിയുടെ പേര്. മുഴുവൻ പേര് സിരിമാവോ രധ്വ ഡയസ് ഭണ്ഡാരനായകെ. നിങ്ങളോട് ആരെങ്കിലും ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ ഈ പേര് പറയാൻ മടിക്കണ്ട. ഇന്ത്യയിലും സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി പലരും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ഭർത്താവിൻ്റെ ആ ചിതയിൽ ഭാര്യ സ്വയം ചാടി മരിക്കണം എന്ന സതി എന്ന സമ്പ്രദായം അവസാനിപ്പിക്കുവാൻ രാജാറാം മോഹൻ റായ് തുനിഞ്ഞിറങ്ങി. അതുപോലെ തന്നെ വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ശൈശവ വിവാഹത്തെ തടയിടുന്നതിനായി പലപ്പോഴായി പല നിയമ ഭേദഗതികളും കൊണ്ടുവന്നു. ഈ ഫെമിനിസ്റ്റ് മുന്നേറ്റങ്ങളെല്ലാം നാം എടുത്തു കാണേണ്ടത് ഈ പ്രവർത്തനങ്ങളെല്ലാം പുരുഷനെതിരല്ല, മറിച്ച് സ്ത്രീകൾക്ക് സമൂഹത്തിൽ തുല്യ അവകാശവും പരിഗണനയും നൽകിക്കൊണ്ട് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന സമത്വതയാണ്.
പിന്നെ ഇന്ത്യൻ ഫെമിനിസ്റ്റുകളിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് സാവിത്രിഭായ് ഫുലെ. ഈ സാവിത്രിഭായ് ഫുലെയും ഭർത്താവ് ജ്യോതിബ ഫുലെയും സാവിത്രിയുടെ കൂട്ടുകാരിയായിരുന്ന ഫാത്തിമ ഷെയ്ഖും ചേർന്ന് 1848 ജനുവരി 1 ഇന്ത്യയിൽ ആദ്യത്തെ ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചു. ഈ സാവിത്രിഭായ് ഫുലെ ടീച്ചർ മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിലെ പെൺകുട്ടികളെ സ്കൂളുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഏകാസ്ഥിതിയരായ ഗ്രാമത്തിലെ സ്ത്രീകൾ ഈ ടീച്ചറെ ചാണകം കൊണ്ട് എറിയുമായിരുന്നു. അതിനാൽ തന്നെ സാവിത്രിഭായ് ഫുലെ ടീച്ചർ എക്സ്ട്രാ ഒരു സാരി കൂടി കയ്യിൽ കരുതുമായിരുന്നു സ്കൂളിൽ പോകുമ്പോൾ. ഇതുപോലെ ഒട്ടനവധി പേർ ഒരുപാട് അപമാനവും ത്യാഗവും സഹിച്ചാണ് നമ്മുടെ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. നോക്കൂ, 1988 സുരേഖ യാദവ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ലോക്കോ പൈലറ്റായി. 1993 വസന്തകുമാരി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവറായി. 2000 ഒളിമ്പിക്സിൽ ആദ്യമായി വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആരംഭിച്ചു. അതേ വർഷം തന്നെ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. 2006 ഹർഷിനി കൺഹേകർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഗ്നിശമന സേനാംഗമായി. 2018 യുദ്ധവിമാനം പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ആവനി ചതുർദേവ് മാറി. ഇന്ത്യയിലെ ഹരിയാനയിൽ ജനിച്ചു വളർന്ന കൽപ്പന ചൗള അമേരിക്കൻ ബഹിരാകാശ എഞ്ചിനീയർ ആവുകയും ബഹിരാകാശത്തേക്ക് പോവുകയും 31 ദിവസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്ന പേടകം 2003 ഫെബ്രുവരി 1 പൊട്ടിത്തെറിച്ച് കൽപ്പന ചൗള മരണമടഞ്ഞു. എന്തൊക്കെ ആയാലും സയൻസ്, ടെക്നോളജികൾ, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ മുന്നേറ്റം വളരെ വലുതാണ്. എന്നാലും ചിലപ്പോഴൊക്കെ ചില പെൺകുട്ടികൾ അവരുടെ അഭിപ്രായ പ്രകടനത്തിൽ പുരുഷന്മാരെ പോലെ തങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫെമിനിസത്തോടൊപ്പം തന്നെ പാട്രിയാർക്കിസവും നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യം തന്നെയാണ്. ഉദാഹരണത്തിനായി ഒരു കഥ ഞാൻ പറയാം. 1990 കാലഘട്ടങ്ങളിൽ സെക്കൻഡ് ഷോ സിനിമകളൊക്കെ കാണാൻ പോകുന്നത് കൂടുതലും പുരുഷന്മാരാണ്. ആ സമയങ്ങളിൽ വീടുകളിൽ നിന്ന് പുരുഷന്മാർ അല്ലെങ്കിൽ ചേട്ടന്മാർ, സഹോദരങ്ങൾ രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുന്ന സമയങ്ങളിൽ ആ വീട്ടിലെ പെൺകുട്ടികൾ മാതാപിതാക്കളോട് ചോദിക്കും, ഈ ആൺകുട്ടികളെ നിങ്ങൾ ഏത് പാതിരാത്രിക്കും പുറത്തു വിടും? എന്നാൽ ഞങ്ങൾ സ്ത്രീകൾക്ക് അത്തരം സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ തരുന്നില്ല. ഞങ്ങൾ പെൺകുട്ടികളെ എന്താ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ഞങ്ങൾ പെൺകുട്ടികൾ തനിച്ച് സെക്കൻഡ് ഷോ പോലുള്ള സിനിമകൾക്ക് പോയാൽ എന്താണ് കുഴപ്പം? ഞങ്ങൾ സ്ത്രീകൾക്ക് എന്തേ ഫ്രീഡം ഇല്ലേ എന്നൊക്കെ. എന്നാൽ തൻ്റെ മക്കളോട് ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിലനിൽക്കുന്ന സമൂഹത്തിലെ ചുറ്റുപാടുകളെക്കുറിച്ച് ഫെമിനിസ്റ്റ് പരമായും പാട്രിയാർക്കിസപരമായും ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ട് വരുന്നു. അക്കാലങ്ങളിൽ ചാരായം സുലഭമായി കിട്ടുന്ന കാലമാണ്. ആ രാത്രി സമയങ്ങളിൽ മദ്യപിച്ചെത്തുന്ന പുരുഷന്മാർ ധാരാളമുണ്ടാകും. അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായാൽ അവിടെ പെട്ടുപോകുന്ന സ്ത്രീകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. അതുമാത്രമല്ല, സെക്കൻഡ് ഷോ കഴിയാൻ രാത്രി 12 മണിയെങ്കിലും ആകും. ആ സമയത്തെ ഗതാഗത സൗകര്യങ്ങൾ തീരെ ഉണ്ടാകില്ല. ചില രാത്രി സമയങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ നേരെ കത്തുന്നുണ്ടാകില്ല. മാത്രവുമല്ല, രാത്രി സമയങ്ങളിൽ തെരുവുകളിൽ സജീവമാകുന്ന തെരുവ് നായകളെ പ്രതിരോധിക്കാനൊന്നും സ്ത്രീകളെ കൊണ്ടാകില്ല. ആയതിനാൽ തന്നെ രക്ഷകർത്താക്കൾ പാട്രിയാർക്കിസ ചിന്തയിൽ തീരുമാനമെടുക്കും. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം. ആയതിനാൽ സെക്കൻഡ് ഷോയ്ക്ക് സ്ത്രീകൾ തനിച്ചു പോകണ്ട. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആ കാലമൊക്കെ മാറി. നമ്മുടെ സമൂഹം തന്നെ ഒരുപാട് മാറി. ഇപ്പോൾ ഏത് പാതിരാത്രിയിലും സ്ത്രീകൾ സഞ്ചരിക്കുന്നു, സ്വന്തമായി വാഹനങ്ങൾ ഓടിക്കുന്നു, സമയഭേദമില്ലാതെ പൊതുസമൂഹങ്ങളിൽ സജീവമാകുന്നു. അതിൻ്റെ കാരണം ഫെമിനിസം സക്സസ് ആയിട്ടുള്ള കാലഘട്ടമാണിത് എന്നതാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ സ്ത്രീകളെ സമൂഹം അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സ്ത്രീകളിൽ ഫെമിനിസവും പാട്രിയാർക്കിസവും ഒരുപോലെ വർക്ക് ചെയ്താൽ അത് പുരുഷന്മാരെ എങ്ങനെ ബാധിക്കുന്നു എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. 60,000 രൂപ സാലറി വാങ്ങുന്ന ഒരു യുവതി ഒരിക്കലും 30,000 രൂപ സാലറി വാങ്ങുന്ന ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ തയ്യാറാകില്ല. അവളുടെ മനസ്സിൽ തന്നെക്കാൾ സമ്പാദിക്കുന്ന ഒരു പുരുഷൻ തന്നെ വേണം, മിനിമം 1 ലക്ഷം രൂപയെങ്കിലും സാലറി വാങ്ങുന്ന പുരുഷനെ മതി എന്ന് തന്നെയായിരിക്കും. അതുപോലെ ഒരു കാർ ഡ്രൈവ് ചെയ്തു പോകുന്ന സ്ത്രീക്ക് ഒരു ബൈക്ക് ഓടിച്ചു പോകുന്ന പുരുഷനോട് പുച്ഛമായിരിക്കും. ഞാനിത് സൂചിപ്പിച്ചത് സുപ്പീരിയർ കോംപ്ലക്സ് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വ്യാജ ഫെമിനിസ്റ്റുകൾ ധാരാളമായിട്ടുണ്ട്. അവർ പുരുഷവിരോധത്തിൻ്റെ സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റുകൾ ചമഞ്ഞു നടക്കുന്നവരാണ്. അവർ പുരുഷന്മാരെ ഒന്നടക്കം അപമാനിക്കുന്ന ഇല്ലാത്ത കഥകളും പാട്ടുകളും നിർമ്മിക്കുകയും എന്നിട്ട് അവയെല്ലാം ഒരു നാണവും കൂസലുമില്ലാതെ പാടി നടന്ന് അതൊരു വാണിജ്യവൽക്കരണം നടത്തി പണം സമ്പാദിക്കുകയും ചെയ്യുന്നു.
ഇത് കണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരെ വിളിച്ച് കൺഗ്രാജുലേഷൻ പറയുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന ആഭാസ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തത് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പോരായ്മ തന്നെയാണ്. നോക്കൂ, അമേരിക്കയിൽ ബറാക് ഒബാമ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ വളരെ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പൊതുവേദിയിലെത്തിയപ്പോൾ അമേരിക്കൻ ജനങ്ങൾ പോലും അതിനെ വിമർശിച്ചു. പൊതുവേദിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്നവർ അഭിപ്രായപ്പെട്ടു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് പേരുകേട്ട അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മകൾക്ക് എതിരെ വരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാകട്ടെ രാഷ്ട്രീയക്കാരും ജുഡീഷ്യറിയും കപട സ്ത്രീപക്ഷവാദികളാകുന്നു. അഭിപ്രായം പറയുന്നവരെയും വിമർശിക്കുന്നവരെയും ജയിലിൽ അടയ്ക്കുന്നു. ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകളൊന്ന് നോക്കൂ, പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം പോലുള്ളവ. 80+ ഡേറ്റിംഗ് ആപ്പുകളെക്കാൾ വളരെ മോശമായി വളരെ വൾഗറായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ലൈക്കിനും ഫേമസ് ആകുന്നതിനും വേണ്ടി കാട്ടിക്കൂട്ടുന്നത്. അതിൽ ഡബിൾ മീനിങ്ങും ട്രിപ്പിൾ മീനിങ്ങും ധാരാളം. നിങ്ങളൊരു 80+ കണ്ടൻറ്റുള്ള സിനിമ കാണാൻ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ കൂടെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ ആ സിനിമ കാണാൻ നിങ്ങളെ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ആ സിനിമാ പ്രദർശന ഹാളിലേക്ക് നിങ്ങളെ കയറ്റത്തില്ല. പക്ഷേ കയ്യിലെ ഫോണിൽ സോഷ്യൽ മീഡിയ ഒന്ന് ഓപ്പൺ ചെയ്താൽ അതിനേക്കാൾ മികവുള്ള കണ്ടൻറ്റുകൾ നിർമ്മിക്കുന്നവരെ കാണാം. ഇപ്പോഴത്തെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം മിണ്ടാതിരുന്ന് കാണുക, മിണ്ടാതെ പോവുക. അതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞാൽ 60കളിലെ കിളവന്മാരെന്നും 90കളിലെ വസന്തമെന്നൊക്കെ കേൾക്കേണ്ടി വരും. മാത്രമല്ല, പിടിച്ച് ജയിലിലിടാൻ വെമ്പൽ പൂണ്ടു നിൽക്കുന്ന പോലീസ് സംവിധാനങ്ങൾ വരെ അത്തരക്കാർക്ക് തുണയായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾ തീരെ നിലവാരമില്ലാത്തതും തരം താഴ്ന്നു പോയിരിക്കുന്നതുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, സ്ത്രീകൾക്ക് വേണ്ടി ഫെമിനിസം ആശയങ്ങൾ രൂപപ്പെട്ടതും അത് പ്രാവർത്തികമാക്കിയതും സ്ത്രീകളുടെ അംഗലാവണ്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദി ഒരുക്കാനല്ല, സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നതിനും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വാണിജ്യ വ്യവസായ മേഖലകളിലും പുതിയ കണ്ടുപിടുത്തങ്ങളിലും രാജ്യപുരോഗതിയിലും ലോകോത്തര സമൂഹങ്ങളിലും സ്ത്രീകളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന സംഭാവനകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഈ ലോകവും സമൂഹവും ഇനിയും വളരേണ്ടതുണ്ട്. മദർ തെരേസയെ പോലെ 100 കണക്കിന് പേർ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. കൽപ്പന ചൗളയെ പോലെ 1000 കണക്കിന് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. സ്ത്രീകളുടെ ബുദ്ധിയും കഴിവും സാമൂഹിക ഉന്നമനത്തിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾ മുന്നിലേക്ക് കടന്നു വരട്ടെ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. ഇതിനും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.